നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂറോ കപ്പിന് വേണ്ടിയുള്ള അവസാന വട്ട ഒരുക്കങ്ങളിലാണ് വമ്പന്മാരായ പോർച്ചുഗൽ ഇപ്പോൾ ഉള്ളത്. ആദ്യ സൗഹൃദ മത്സരത്തിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ അഥവാ കഴിഞ്ഞ മത്സരത്തിൽ ക്രൊയേഷ്യയോട് 1-2 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുകയായിരുന്നു. ഇനി അടുത്ത ഫ്രണ്ട്ലി മത്സരത്തിൽ അയർലൻഡ് ആണ് അവരുടെ എതിരാളികൾ. കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത ഫ്രണ്ട്ലി മത്സരത്തിൽ തിരിച്ചെത്തിയേക്കും. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഇപ്പോൾ ഉള്ളത്. 39 വയസ്സുള്ള റൊണാൾഡോ ഇപ്പോഴും മിന്നുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ 50 ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. റൊണാൾഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രശസ്ത പോർച്ചുഗീസ് പരിശീലകനായ ഹൊസെ മൊറീഞ്ഞോ പങ്കുവച്ചിട്ടുണ്ട്. വരുന്ന യൂറോ കപ്പിൽ തന്റെ ഗോളുകൾ എന്തായാലും റൊണാൾഡോ നേടിയിരിക്കുമെന്നാണ് മൊറീഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ തനിക്ക് എങ്ങനെയുണ്ട്, തന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പരിശീലകൻ എങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ അറിയാവുന്ന വ്യക്തി അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അദ്ദേഹത്തെ എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കണോ അതല്ല പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അധികാരം റൊണാൾഡോക്ക് തന്നെയുണ്ട്. തീർച്ചയായും ടീമിനകത്ത് വളരെയധികം സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയും. ഒരുപാട് ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്യും. വരുന്ന യൂറോ കപ്പിൽ തന്റെ ഗോളുകൾ നേടാതെ റൊണാൾഡോ കളമൊഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് ഈ ഒരു സൂപ്പർ താരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരിശീലകനായ സാന്റോസ് ബെഞ്ചിൽ ഇരുത്തിയപ്പോൾ അത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.